ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ രാവിലെ അനീഷ് എല്ലാവരെക്കാട്ടിലും ആദ്യം എണീറ്റ് ഗാർഡൻ ഏരിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസിനോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. ബിഗ് ബോസ്, ഞാൻ ആരെയും ഫ്രണ്ട്സായി എടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നും ഞാൻ ഇത്രയും കർക്കശക്കാരനായത് എന്താണെന്നും ഞാൻ പറയാം ബിഗ് ബോസ്. കാരണം എനിക്ക് 7 വയസ്സിന് ഇളയതായ ഒരു അനിയനുണ്ട്. അവൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അവനെ വിലക്കുമായിരുന്നു. ഒരു അച്ഛനെ പോലെയാണ് ഞാൻ അവനോട് പെരുമാറിയത്. കാരണം അത്ര കർക്കശമായിട്ടാണ് ഞാൻ അവനെ ഓരോ തെറ്റിനും വിലക്കിയിരുന്നത്. പിന്നീട് ഞാൻ അങ്ങനെ ആ ഒരു സ്വഭാവമായി മാറി. ഒരു ബലം പിടുത്തക്കാരൻ, ഒരു കർക്കശക്കാരൻ അങ്ങനെ ആയി മാറി. പിന്നെ ഞാൻ ഓഫീസിലും എവിടെയും എല്ലാവരോടും അങ്ങനെ തന്നെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു. ആരെയും ഞാൻ അധികം എൻ്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കത്തില്ലായിരുന്നു. എല്ലാവരും ഒരു കൈചാൺ അകലത്തിലാണ് ഞാൻ നിർത്തിയിരുന്നത്. കാരണം നമ്മളോട് അടുക്കാൻ വരുന്ന ആൾ നമ്മളുടെ ജീവിതത്തിൽ എന്ത് കണ്ടിട്ടായിരിക്കും, അയാൾ എന്തിനു വേണ്ടിയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരു അകലത്തിലായിരുന്നു നിർത്തിയിരുന്നത്. പിന്നെ എൻ്റെ ജീവിത സാഹചര്യവും കൂടിയാണ് എന്നെ ഇങ്ങനെ ഒരു കർക്കശക്കാരനെ ആക്കിയത്. എൻ്റെ ജീവിതം ഇത്ര സീരിയസ് ആയിപ്പോയത് ബിഗ് ബോസ്. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിനകത്ത് വന്നതിന് ശേഷം നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അത് കുറച്ചൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ ഭക്ഷണം നമ്മൾ ഒരുപാട് വേസ്റ്റ് ആക്കരുതെന്നും ഈ ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞാൽ മനസ്സിലായത്. അല്പ ഭക്ഷണം കൊണ്ടും നമുക്ക് ജീവിക്കാം എന്ന് മനസ്സിലാക്കി തന്നതും ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനി എനിക്ക് ഒരു നല്ല മനുഷ്യനായിട്ട് എപ്പോഴും ഹാപ്പിനെസ്സായിട്ട് ജീവിക്കണം ബിഗ് ബോസ് എന്നൊക്കെയാണ് രാവിലെ അനീഷ് ബിഗ് ബോസിനോട് അനീഷിൻ്റെ മനസ്സ് തുറന്ന് പറഞ്ഞത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.